നമസ്കാരം. പാലാ മെത്രാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പൊതുസമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് പാലാ രൂപത ഔദ്യോഗിക പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇത് സഭയെയും മറുവശത്തെയും തമ്മിൽ കൂടുതൽ അകത്തുവാൻ സാഹചര്യമൊതുക്കിയെന്നാണ് വിലയിരുത്തൽ. സഭയെ വിരട്ടി കൂടെ നിർത്താമെന്ന് കരുതിയിരുന്നവർക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ സഭാപിതാക്കന്മാരെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് അവരെ സമൂഹ മാധ്യമത്തിൽ അവഹേളിക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഷോണും അപ്പൻ PC ജോർജും പറഞ്ഞിട്ടാണ് ലവ് ജിഹാദ് വിഷയം പള്ളിയിൽ വിളിച്ചു പറഞ്ഞതെന്നാണ് ഒരു പോസ്റ്റർ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ പ്രചരിക്കുന്നത്. 10-20 കൊല്ലം സഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് സഭയുടെ സെമിനാരിയിൽ റെക്ടറുമായിരുന്ന കല്ലറങ്ങാട്ട് പിതാവിനെ വായപോയ കോടാലികൾ വേണമല്ലോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അവർ പറഞ്ഞു വേണമല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. സഭാവക ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും വരുന്ന രോഗികളുടെ അവരുടെ അനുഭവങ്ങൾ കേട്ട് മനസ്സിലാക്കിയതാണ് പിതാവ് ദേവാലയത്തിൽ തൻ്റെ അജഗണങ്ങളോട് ഉപദേശിച്ചു കൊടുത്തത്. അല്ലാതെ മറ്റാരും പറഞ്ഞു കൊടുത്തതല്ല, മറ്റാരുടെയും ഉപദേശങ്ങളല്ല. മക്കളെ കൃത്യമായി നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉദ്ദേശിച്ചത്. ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയെന്നേ ഉള്ളൂ. ഇനിയുള്ളതാണ് ബഹുക്ഷേമം. മെത്രാന്മാർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരെക്കാൾ കൂടുതൽ അറിവും പവറും അധികാരവും ശക്തിയുമെല്ലാമുണ്ട്. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു എന്നാണ് മറ്റൊരു പ്രചാരണം. സംഗതി സത്യമാണെങ്കിലും കല്ലറങ്ങാട്ട് പിതാവ് അങ്ങനെ ഒരു കാര്യം ഇതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അകത്ത് കത്തിയും പുറത്ത് പത്തിയുമായി നടക്കുന്ന ആളല്ല കല്ലറങ്ങാട്ട് പിതാവ്. അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം. പറയാനുള്ളത് ഏത് പൊന്നുമോനോടായാലും മുഖത്ത് നോക്കി പറയുന്നയാളാണ്. ഷോണിൻ്റെയും ജോർജിൻ്റെയും പേര് പരാമർശിച്ചില്ലെങ്കിലും അത് അവർക്കുള്ളതാണെന്ന് കേട്ടവർക്കെല്ലാം മനസ്സിലായി. സഭയുമായി എന്നും നല്ല സൗഹൃദം പങ്കിട്ടു പോകുന്ന സംഘപരിവാർ പോലെയുള്ള സംഘടനകളെ സഭയുമായി അകത്തുക എന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു വിലയുമില്ലാത്തവരാണ് ഈ കുത്തിത്തിരിപ്പുകളെല്ലാം നടത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായ കാര്യം. രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി സഭാ അധികാരികൾ മാറാൻ താല്പര്യപ്പെടുന്നില്ലെന്നും അതാത് കാലത്തിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള തീരുമാനങ്ങൾ അത് സ്വീകരിക്കുന്നതിൽ ചില രാഷ്ട്രീയ നേതൃത്വം വിരളി പൂണ്ട് സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നാണ് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുത്ത വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി മെത്രാനെ പിതൃസ്തുതി പാടി പിറ്റേന്ന് പാലാ രൂപത ആസ്ഥാനത്തെത്തിയ PC ജോർജിന് വലിയ മെത്രാനെ കണ്ട് മടങ്ങേണ്ടി വന്നു. കല്ലറങ്ങാട്ട് പിതാവ് ഇയാളെ കാണാൻ കൂട്ടാക്കിയില്ല. കാണണമെന്ന് പറഞ്ഞപ്പോൾ വിസമ്മതിച്ചു. ഏതായാലും BJP കോർ കമ്മിറ്റിയിലും വലിയ സ്വീകരണമാണ് ജോർജിൻ്റെ മകൻ ഷോണിന് ലഭിച്ചത്. MT രമേശ് തുടങ്ങി വെച്ച ആശംസാഗാനം പഴയകാല BJP പ്രവർത്തകരിൽ പലരും ഏറ്റുപാടിയെന്നാണ് ലഭിക്കുന്ന വിവരം. PC ജോർജും മകനും പാർട്ടിയിൽ വരുന്നതിന് മുമ്പും BJP ഇവിടെ ഉണ്ടായിരുന്നുവെന്നും സഭയുമായി നല്ല സൗഹൃദത്തിലാണ് പോയിരുന്നതെന്നും MT രമേശ് ഓർമ്മിപ്പിച്ചു. അന്നും ഇന്നും സഭകൾ BJPക്ക് അനുകൂലമായി നിൽക്കുകയോ വോട്ട് രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് കൃത്യമായി അറിയാമെങ്കിലും വോട്ട് മാത്രമല്ല ഒരു സമൂഹത്തിലെ മുഖ്യ വിഷയമെന്നും ഒത്തൊരുമിച്ചുള്ള യാത്ര അത് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ആവശ്യമാണെന്നും MT രമേശ് വിവാദ പുരുഷന്മാരെ ഓർമ്മിപ്പിച്ചു. എന്നാൽ സഭയ്ക്കെതിരെ താനൊന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞത് മുഴുവൻ എൻ്റെ അപ്പനാണെന്നും എനിക്കതിൽ പങ്കില്ലെന്നുമാണ് ഷോൺ മറുപടി പറഞ്ഞത്. അപ്പനും മോനും കൂടി BJPയെ ഇവിടെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണെന്നും അതിന് കൂട്ടുനിൽക്കുവാൻ പാർട്ടി കെട്ടിപ്പടുക്കുവാൻ പണിയെടുത്ത അതിനുവേണ്ടി വിശ്രമമില്ലാതെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആർക്കും അതിന് സാധ്യമല്ലെന്നും ശക്തമായ ഭാഷയിൽ കമ്മിറ്റിയിലുള്ളവർ പറഞ്ഞു. ഏതായാലും ഇവരുടെ സ്പോൺസറായ രാജീവ് ചന്ദ്രശേഖരൻ ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന മട്ടിൽ ഇരുന്നതല്ലാണ്ട് ഒരു വാക്കുപോലും അവിടെ ഉരിയാടിയില്ല. അവിടെയും ഒറ്റപ്പെട്ട് ഇളിഫ്യനായി ഇറങ്ങിപ്പോകേണ്ടി വന്നു ഷോണിന്.
ഇതിനാണ് പറയുന്നത് വിനാശകാലെ വിപരീത ബുദ്ധിയെന്ന്.